ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചെന്നാഗിതിര നല്ലായിരിക്കുങ്ങളാ. ഹോപ്പ് യു ആർ ഫീലിംഗ് വെൽ. സ്വപ്നത്തിൽ മാത്രം കണ്ടതുപോലുള്ള ഒരിടം തേടിയാണ് ഇന്നത്തെ യാത്ര. കടങ്കഥ പോലെ അവിശ്വസനീയമായ ഒരു സ്വപ്നഭൂമി. മാടായിപ്പാറയിലെ വസന്തകാല ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. യാത്ര തുടങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. മുണ്ടയാട് കോഴിയാഫീസിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കക്കാട് കൊറ്റാളി വഴി പുതിയ തെരുവിലേക്ക് ചാടി. മേലെ ചൊവ്വയിലെയും തെക്കി ബസാറിലെയും പൊടിക്കൊണ്ടിലെയും ഒക്കെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനാണ് ഇങ്ങനെ പോയത്. പക്ഷേ പടപേടിച്ച് പന്തളം ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെയായ കാര്യങ്ങൾ. വളവട്ടണം പാലത്തിന് മുമ്പേ മുടിഞ്ഞ ബ്ലോക്ക്. വണ്ടി ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിയത്. പഴയങ്ങാടി ടൗണിനടുത്താണ് മാടായിപ്പാറ. പഴയങ്ങാടി ടൗണിലെത്തിയിട്ട് കുറച്ചുകൂടി മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു സർക്കിൾ കാണാം. ആ സർക്കിളിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പോകണം. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെയാണ് മാടായിപ്പാറയിലേക്ക് പോകേണ്ടത്. 100-600 ഏക്കറിലായി വിസ്തൃതമായി അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് മാടായിപ്പാറ. ഇതിൻ്റെ കറുത്ത നിറം കാണുമ്പോൾ ലാവ പൊട്ടിയൊലിച്ചുണ്ടായത് മാതിരി തോന്നുന്നുണ്ട്. ഇതിൻ്റെ വൈഡ് വ്യൂ എന്ന് പറയുന്നത് ഒരു മാസ്മരിക ലുക്കാണ്. ഭൂമിക്ക് മേലെ കല്ലിൻ്റെ ഒരാവരണം, അതിനു മേലെ നല്ല പച്ചപ്പ്, വളവില്ലാത്ത വൃത്തിയുള്ള റോഡ്, നൂറുകണക്കിന് വാഹനങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് നല്ലൊരു വൈകുന്നേരം ചെലവഴിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പരിസരത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ. ഫാമിലിക്ക് എല്ലാം കൂടി വന്നിരുന്ന് നമുക്കൊരു ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് രസകരമായ ഒരു അനുഭവമാണ്. നല്ല കാറ്റ്, നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കും എല്ലാവർക്കും. മരങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ ഭൂമിക്ക് തന്നെയുണ്ട് ഒരു പ്രത്യേകത. ഏഴിമല ആസ്ഥാനമായി ഭരിച്ച മൂഷക രാജവംശത്തിൻ്റെ കാലത്ത് ഒരു ജൂത സെറ്റിൽമെൻ്റായിരുന്നു മാടായിപ്പാറ എന്ന് ചരിത്രം. അവരുടെ കാലത്ത് നിർമ്മിച്ച 60 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുള്ള ജൂതക്കുളം ഇതിൻ്റെ ഉദാഹരണമായി പറയുന്നു. മാടായിക്കാവ്, വടുകുന്ത ക്ഷേത്രം, വടുകുന്ത ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ഒരിക്കലും പറ്റാത്ത കുളം, ജൂതക്കുളം, ചതുരക്കുളം എന്നിവയാണ് മാടായിപ്പാറയിൽ കാണേണ്ട സ്ഥലങ്ങൾ. ചോദിക്കുന്നവരൊക്കെ വാചാലമായി മാടായിപ്പാറയുടെ സൗന്ദര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് മാടായിപ്പാറ. കൺമഷി എഴുതിയ കാക്കപ്പൂക്കൾ ഒന്നായി വിരിഞ്ഞു നിൽക്കുന്ന അത്യപൂർവമായ കാഴ്ച. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തീർക്കാനേ ആവുന്നില്ല. നല്ല സൂക്ഷ്മതയോടെ നോക്കിയാൽ നൂറുകണക്കിന് സസ്യ ജന്തു ജാലങ്ങളെ നമുക്കവിടെ കാണാനാകും. ഇവിടുത്തെ പ്രകൃതിക്ക് അവർണ്ണനീയമായ ഒരു സൗന്ദര്യമുണ്ട്. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പുതു മണവാട്ടിയെപ്പോലെ. കരിങ്കല്ല് പോലെ ഉറപ്പാർന്ന കൽപ്പാളികളിൽ നിന്ന് കിനിഞ്ഞിറങ്ങുന്ന ഉറവകൾ. ഇത് മാടായിപ്പാറയുടെ മാത്രം പ്രത്യേകതയായിരിക്കും. ചക്രവാളങ്ങളിൽ വരഞ്ഞിട്ട ചിത്രങ്ങൾക്ക് പത്തരമാറ്റ്. ഈ പൂക്കാലത്ത് ഒരിക്കലെങ്കിലും മാടായിപ്പാറ ഒന്ന് കാണുക തന്നെ വേണം. ആനതു കേട്ടിതു ചെയ്തതും ഇത്തം ശുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ അരുൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരായി വയമ്പത യാമിനീ ചിത്തമോഹം വളർത്തിയിടാൻ മായയാ മർത്യമാംസം. മണ്ണിൻ്റെ അംശം ലവലേശം പോലുമില്ലാത്ത കറുത്ത പാറക്കൂട്ടങ്ങൾ. വടുകുന്ത ശിവക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള വിശാലമായ ക്ഷേത്രക്കുളം. എത്ര കൊടിയ വേനലുണ്ടായാലും ഇത് വറ്റാറില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഈ കുളത്തിലൊരിടത്തായി ഒരു മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് കാണാം. മാടായിക്കാവിലമ്മയെ എഴുന്നള്ളിച്ചിരുത്താനുള്ളതാണത്. നമ്മുടെ വർണ്ണനാ സങ്കല്പങ്ങൾക്കപ്പുറത്താണ് മാടായിപ്പാറയും ഈ മനോഹര ക്ഷേത്രവും. തീർച്ചയായും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടേണ്ട ഒരിടം.
ഇത്തരം സ്ഥലങ്ങളാണ് പ്രകൃതി മനുഷ്യന് നൽകുന്ന വരദാനങ്ങൾ. അവ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുവരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ.